ഇപ്പോൾ തിരുവോണത്തോണി പുറപ്പെടാൻ സമയമായിരിക്കുകയാണ്. ഗോകുലുണ്ട് വിവരങ്ങൾ നൽകുവാനായി. ഗോകുൽ, എന്താണ് വിവരങ്ങൾ? തിരുവാറന്മുളയപ്പനുള്ള ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി പുറപ്പെടുകയാണ്. കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് മങ്കാട്ട് ഭട്ടതിരി തോണിയിലേറി ആറന്മുളയ്ക്ക് പുറപ്പെടുന്നത്. തിരുവോണ ദിവസമായ നാളെ പുലർച്ചെ തിരുവോണത്താവണി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഗോകുൽ PR ആണ് ചേരുന്നത്. ഗോകുലെ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി എന്നാണ് വിശ്വസിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഹരിശ്രീ, ആറന്മുള ക്ഷേത്രത്തിലേക്കുള്ള തിരുവോണത്തോണി അതാ പുറപ്പെടുകയായി. എല്ലാ ചടങ്ങുകളും പൂർത്തിയായി, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. മങ്ങാട്ട് ഭട്ടതിരി അദ്ദേഹം തിരുവോണത്തോണിയിലേക്ക് ഏറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ ആ തിരുവോണത്തോണി പമ്പാ നദിയുടെ ഓളങ്ങളിലൂടെ തിരുവാറന്മുള ക്ഷേത്രം ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങും. 10ഓളം പള്ളിയോടങ്ങളും ഈ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുന്നുണ്ട്. എന്തായാലും നാമജപങ്ങളോടുകൂടി ഭക്തജനങ്ങൾ ഈ തിരുവോണത്തോണിയെ യാത്രയാക്കുന്നതിന് വേണ്ടി കാട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നിലവിലിപ്പോൾ കാട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് തിരുവോണത്തോണി ഉള്ളത്. ഇവിടെ നിന്നാണ് മങ്ങാട്ട് ഭട്ടതിരി തിരുവോണത്തോണിയിലേക്ക് കയറിയിരിക്കുന്നത്. ഇപ്പോൾ ഇനി എന്തായാലും നിമിഷങ്ങൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. അതാ തിരുവോണത്തോണി പുറപ്പെടുവാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പമ്പാ നദിയിലൂടെ നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്കൊടുവിൽ നാളെ തിരുവോണ ദിവസം പുലർച്ചെയാണ് തിരുവോണത്തോണി തിരുവാറന്മുള ക്ഷേത്രക്കടവിൽ എത്തിച്ചേരുന്നത്. അതിനുശേഷം തിരുവോണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ട്. അതായത് തിരുവാറന്മുളയപ്പന് തിരുവോണ സദ്യക്കുള്ള ഓണവിഭവങ്ങളാണ് തിരുവോണത്തോണിയിൽ ഏറ്റിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ആറന്മുളയപ്പനുള്ള ഓണവിഭവങ്ങൾ, അതായത് ഓണസദ്യ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ, കാഴ്ച വിഭവങ്ങളൊക്കെ വള്ളത്തിലേക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭക്തർ അവർക്ക് ഭഗവാന് കാണിക്കയായിട്ട് ഈ അല്ലെങ്കിൽ സദ്യ ഉണ്ടാക്കുന്നതിന് വേണ്ടി കാണിക്കയായിട്ട് അവർക്ക് നേർന്നിട്ടുള്ള വിഭവങ്ങളും ഈ വള്ളത്തിൽ കൊടുത്തുവിടുകയാണ്. അങ്ങനെ വെറ്റയും അതോടൊപ്പം തന്നെ പുകലയും അതോടൊപ്പം തന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഈ തിരുവാറന്മുളയപ്പനുള്ള വിഭവങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർ തിരുവോണത്തോണിയിൽ മങ്ങാട്ട് ഭട്ടതിരിയെ ഏൽപ്പിച്ച് വിടുന്ന ഒരു ചടങ്ങുകൾ കൂടി ഇതിനോടനുബന്ധമായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ചടങ്ങുകളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ചടങ്ങുകളാണ് ആറന്മുളയിൽ നടക്കുന്നത്. മങ്ങാട്ട് ഭട്ടതിരിയാണ് തിരുവാറന്മുളയപ്പനുള്ള വിഭവങ്ങളുമായിട്ട് പോകുന്നത്. ഇക്കുറി മങ്ങാട്ട് ഇല്ലത്തുള്ള അരുൺ ഭട്ടതിരിയാണ്. അദ്ദേഹത്തിനാണ് ഈ മങ്ങാട്ട് ഭട്ടതിരിയായിട്ട് ഭഗവാനെ സേവിക്കുവാനായിട്ടുള്ളൊരു നിയോഗം ലഭിച്ചത്. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ്, ഇപ്പോൾ മങ്ങാട്ടില്ലം കോട്ടയത്താണുള്ളത്, കോട്ടയം കുമാരനെല്ലൂരിലാണുള്ളത്. കോട്ടയം കുമാരനെല്ലൂരിൽ നിന്നും ജലമാർഗം അദ്ദേഹം 3 നദികൾ കടന്ന് മീനച്ചിലാറും മണിമലയാറും പമ്പയാറും കടന്നാണ് ആറന്മുളയിൽ എത്തിച്ചേർന്നത്. ഒരു 2 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന യാത്രയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. തുടർന്ന് ഇന്നലെ രാത്രിയാണ് അദ്ദേഹം ആറന്മുളയിൽ എത്തിച്ചേർന്നത്. ഇന്നിപ്പോൾ വൈകിട്ട് അദ്ദേഹം തിരുവോണത്തോണിയിലേക്ക് കയറിയിരിക്കുകയാണ്. തിരുവോണത്തോണിയിൽ ഏറിയിട്ടാണ് കാട്ടൂരിൽ നിന്നും ആറന്മുളയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ തുടർ യാത്ര ഉണ്ടാവുക. ഇന്ന് രാത്രി മുഴുവൻ ഈ യാത്ര അങ്ങനെ പുരോഗമിക്കും. നാളെ പുലർച്ചയോടുകൂടിയായിരിക്കും ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തിച്ചേരുന്നത്. പമ്പാ നദിയിലൂടെ രാത്രി മുഴുവൻ നീളുന്നൊരു യാത്രയാണ്. ഒപ്പം ഏറെ ഭക്തി നിർഭരമായിട്ടുള്ളൊരു അനുഭവം കൂടിയിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ചടങ്ങുകളിൽ ഭാഗമാകുവാനും ആ ചടങ്ങുകൾ കണ്ടു തൊഴുവാനായിട്ടും ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുവാനായിട്ടും ഒക്കെ ആയിരക്കണക്കിന് തീർത്ഥാടകർ ഈ ദിവസങ്ങളിലൊക്കെ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരുന്നുണ്ട്. കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നുമൊക്കെ നിരവധിയായിട്ടുള്ള ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഈ ചടങ്ങുകൾ കണ്ടു തൊഴുന്നതിന് വേണ്ടി എല്ലാ വർഷവും എത്തിച്ചേരാറുള്ളതാണ്. ഈ വർഷവും സമാനമായി തന്നെ വലിയ ഭക്തജന തിരക്ക് നമുക്ക് കാട്ടൂർ ക്ഷേത്രത്തിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ആ വലിയ ഭക്തജന തിരക്കിലേക്ക് നേരത്തെ മുതൽ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അതായത് തിരുവോണത്തോണിയുടെ പുറപ്പാട് കാണുവാനായിട്ടും ഭഗവാനുള്ള കാഴ്ച വിഭവങ്ങളൊക്കെ സമർപ്പിക്കുവാനായിട്ടും ഒക്കെ വലിയ ഭക്തജന തിരക്ക് എന്തായാലും ഈ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ചടങ്ങുകളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തിരുവോണത്തോണി പുറപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏറെ ശ്രേഷ്ഠമായിട്ടുള്ള ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത് തിരുവോണത്തോണി പുറപ്പാടുമായി ബന്ധപ്പെട്ട്. അതായത് മങ്ങാട്ട് ഭട്ടതിരി എന്ന് പറയുന്ന ആ മങ്ങാട്ട് ഭട്ടതിരി എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൽ ഒരു ബ്രാഹ്മണന് തിരുവോണ ദിവസം കാൽകഴുകി ചൂട്ട് വഴിപാട് നടത്തി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വർഷം ഈ രീതിയിൽ ഒരു ബ്രാഹ്മണനും എത്താത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അദ്ദേഹത്തിന് വലിയ മനോവിഷമം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്ന് അദ്ദേഹം ആ തിരുവോണത്തിന് താൻ ഉണ്ണുന്നില്ല, താനും സദ്യ ഉണ്ണുന്നില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തു. തുടർന്ന് തിരുവാറന്മുളയപ്പനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ബാലകന്റെ രൂപത്തിൽ മങ്ങാട്ട് ഭട്ടതിരിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആ ഓണസദ്യ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം. അതിനുശേഷം ബാലകൻ ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി, അടുത്ത വർഷം മുതൽ എനിക്കുള്ള ഓണവിഭവം
വിഭവങ്ങൾ, ഓണസദ്യക്കുള്ള വിഭവങ്ങൾ അങ്ങ് ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതിയെന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. അതിനെ തുടർന്ന് തൊട്ടടുത്ത വർഷം മുതൽ മങ്ങാട്ട് ഭട്ടതിരി ഈ രീതിയിൽ തിരുവോണത്തോണിയിലേറി ഭഗവാനുള്ള കാഴ്ച വിഭവങ്ങൾ, ഓണവിഭവങ്ങൾ തിരുവാറന്മുള ക്ഷേത്രത്തിൽ എത്തിക്കുന്നതാണ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം. ഈ ഒരു ഐതിഹ്യവും ചടങ്ങും ഒക്കെ നൂറ്റാണ്ടുകളായിട്ട് തുടർന്ന് പോരുന്നത് തന്നെയാണ്. ഈ ഗ്രാമത്തിൻ്റെ കൂടി ഒരു ഹൃദയസ്പന്ദനമൊക്കെ ആയിട്ട് ഈ ചടങ്ങുകളെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു വേള ഇത്തരത്തിൽ മങ്ങാട്ട് ഭട്ടതിരി പമ്പാ നദിയിലൂടെ ഭഗവാനുള്ള കാഴ്ച വിഭവങ്ങളുമായി പോകുന്ന വേളയിൽ ഇത്തരത്തിൽ കൊള്ളക്കാർ ചേർന്ന് അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് കരക്കാർ വിവിധ വള്ളങ്ങളിലെത്തി അദ്ദേഹത്തെ സംരക്ഷിക്കുകയും കൊള്ളക്കാരെ ഓടിച്ചു വിടുകയും ഒക്കെ തന്നെ ചെയ്തു. ആ കരക്കാരുടെ വള്ളങ്ങളാണ് പിന്നീട് പള്ളിയോടങ്ങളായിട്ട് പരിവർത്തനം ചെയ്യുകയും പിന്നീട് എല്ലാ വർഷവും പള്ളിയോടങ്ങൾ ഈ തിരുവോണത്തോണിയെ അനുഗമിക്കുന്ന, അകമ്പടി സേവിക്കുന്ന ഒരു ചരിത്രമായിട്ട് മാറുകയും ചെയ്തു. അതായത് തിരുവോണത്തോണി പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആറന്മുള കാട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് തിരുവോണത്തോണി അതാ പുറപ്പെടുകയായി. വിവിധ കരകളിൽ നിന്നുള്ള 10ഓളം പള്ളിയോടങ്ങളും ഈ തിരുവോണത്തോണിയെ അകമ്പടി സേവിക്കുന്നുണ്ട്. ഒരേ മനസ്സോടുകൂടി, ഒരേ പ്രാർത്ഥനയോടുകൂടി എല്ലാ ഭക്തജനങ്ങളും ആ തിരുവോണത്തോണിയെ അങ്ങനെ യാത്രയാക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അനുഭൂതി തന്നെയാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം എന്ന് പറയുന്ന ആ ഭഗവാന്റെ നാമം അങ്ങനെ എല്ലാവരും ഒരേ ഖണ്ഡത്തിൽ അങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ആ നാമജപത്തോടുകൂടി തിരുവാറന്മുളയിലേക്കുള്ള തിരുവോണത്തോണിയെ യാത്രയാക്കുകയാണ്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം അങ്ങനെ എല്ലാ കണ്ഠങ്ങളിലും, ആയിരക്കണക്കിന് കണ്ഠങ്ങളിൽ ഒരേ സ്വരത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ദിവ്യമായിട്ടുള്ള ഒരു അനുഭൂതിയിലേക്ക് ആറന്മുളയും പരിസര പ്രദേശങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും മങ്ങാട്ട് ഭട്ടതിരിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ തിരുവോണത്തോണിക്ക് ഉള്ളിൽ നടുവിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ആ മണ്ഡപത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതിപ്പം അദ്ദേഹത്തിൻ്റെ അനുയായികളും ഒക്കെ ഉണ്ട്. തോണി തുഴയുന്ന ആളുകളും അതോടൊപ്പം തന്നെ ആ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ആളുകളും ഒക്കെ തന്നെ ആ തിരുവോണത്തോണിയിലുണ്ട്. ഒപ്പം ആ തിരുവോണത്തോണി അങ്ങനെ പതുക്കെ നീങ്ങി തുടങ്ങുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പമ്പയുടെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ആ തിരുവോണത്തോണി അങ്ങനെ മെല്ലെ 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 ആറന്മുള ക്ഷേത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഒരു ഗ്രാമത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും പവിത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള ഒരു ചടങ്ങിന് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവോണത്തോണി അതാ കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നും നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഒപ്പം അകമ്പടി സേവിച്ചുകൊണ്ട് ആ പള്ളിയോടങ്ങളും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ആ വഞ്ചിപ്പാട്ടും അതോടൊപ്പം തന്നെ ഹരിനാമ കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഭക്തർ അതിനെ ഭക്തിയാദരപൂർവ്വം യാത്രയാക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള, മഹത്തരമായിട്ടുള്ള ഒരു കാഴ്ച. ഒപ്പം ആ കരിമരുന്ന് പ്രയോഗം അടക്കം നടത്തിക്കൊണ്ടാണ് ഈ ഒരു ചടങ്ങുകളെ അവർ വരവേൽക്കുന്നത്. എന്തായാലും ആ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങ് നീങ്ങി തുടങ്ങി, അതായത് ഈ കാട്ടൂർ ക്ഷേത്രക്കടവ് വിട്ട് ആ തിരുവോണത്തോണി അങ്ങനെ നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും നാളെ പുലർച്ചെയാണ് ഈ തിരുവോണത്തോണി തിരുവാറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. നാളെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നാൽ മങ്ങാട്ട് ഭട്ടതിരി തൻ്റെ പക്കലുള്ള തിരുവോണ വിഭവങ്ങളൊക്കെ ക്ഷേത്ര അധികൃതർക്ക് ഏൽപ്പിക്കും. തുടർന്ന് നാളെ ആ ക്ഷേത്രത്തിലെ തിരുവോണ സദ്യ ഉണ്ടാക്കുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഈ വിഭവങ്ങൾ കൂടി ചേർത്തിട്ടാണ് ആറന്മുള ക്ഷേത്ര സദ്യ ഉണ്ടാകുന്നത്. ആ ഭഗവാനടക്കം നേദിക്കുന്നത് ആ സദ്യയുടെ ഭാഗമാണ്. മങ്ങാട്ട് ഭട്ടതിരി കൊണ്ടുവരുന്ന വിഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സദ്യവട്ടങ്ങളാണ് ഭഗവാനടക്കം നേദിക്കുന്നത്. അതിനുശേഷം നാളെ ആ സദ്യവട്ടങ്ങൾ ഉണ്ടതിന് ശേഷം, അല്ലെങ്കിൽ ആ ചടങ്ങുകളൊക്കെ പൂർത്തിയായതിനു ശേഷം ക്ഷേത്രത്തിലെ പൂജാരി ഈ കാണിപ്പണം മങ്ങാട്ട് ഭട്ടതിരിക്ക് തിരികെ നൽകും. അതായത് ഒരു ഐതിഹ്യമാണ്, ഈ സദ്യവട്ടങ്ങൾ ഒരുക്കിയതിൻ്റെ മിച്ചം വരുന്ന തുക അദ്ദേഹത്തിന് മങ്ങാട്ട് ഭട്ടതിരിക്ക് തിരികെ ഏൽപ്പിക്കുന്നു എന്നുള്ള സങ്കല്പത്തിനാണ് ആ കാണിപ്പണ സമർപ്പണം നടത്തുന്നത്. ആ കാണിപ്പണം ഏറ്റുവാങ്ങി മങ്ങാട്ട് ഭട്ടതിരി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിൽ തന്നെ ആ കാണിപ്പണം നിക്ഷേപിച്ചതിന് ശേഷം, ആ പണം നിക്ഷേപിച്ചതിന് ശേഷം മങ്ങാട്ട് ഭട്ടതിരി തിരികെ മങ്ങാട്ടിലത്തേക്ക് മടങ്ങുന്നതോടുകൂടി മാത്രമാണ് ഈ ചടങ്ങുകൾക്ക് പരിസമാപ്തി ഉണ്ടാകുന്നത്. എന്തായാലും നാളെ ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ചടങ്ങ് തന്നെയാണ് അതിനാണിപ്പോൾ ആരംഭമായിരിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, മങ്ങാട്ട് ഭട്ടതിരി അദ്ദേഹം ഇപ്പോൾ നേരത്തെ താമസിച്ചിരുന്നത് കാട്ടൂരിലാണ്, ആറന്മുളയ്ക്ക് സമീപം കാട്ടൂരിലാണ്. ഇപ്പോൾ പിൽക്കാലത്ത് അദ്ദേഹം കോട്ടയത്തേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. കോട്ടയം കുമാരനെല്ലൂർ കാർത്തിയായനി ദേവീക്ഷേത്രത്തിന് സമീപത്താണ് ഇപ്പോൾ മങ്ങാട്ടില്ലമുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മങ്ങാട്ട് ഭട്ടതിരി എത്തിച്ചേരുന്നത് കുമാരനെല്ലൂരിൽ നിന്നുള്ള മങ്ങാട്ടില്ലത്തിൽ നിന്നാണ്. അദ്ദേഹം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ നിന്നും തോണിയിലേറി യാത്ര പുറപ്പെടും. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മണിമലയാറും മീനച്ചിലാറും പമ്പയാറും ഒക്കെ പിന്നിട്ടാണ് അദ്ദേഹം തോണിയിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രക്കൊടുവിൽ ആറന്മുളയിൽ എത്തിച്ചേർന്നത്. അതായത് ഇന്നലെ രാത്രിയാണ് ആറന്മുളയിൽ ആ തിരുവോണത്തോണി എത്തിച്ചേർന്നത്. തീർച്ചയായും ഐതിഹ്യത്തിന്റെയും ആചാരപ്പെരുമയുടെയും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള ഓണവിഭവങ്ങളുമായി ഇപ്പോൾ ഓണത്തോണി പുറപ്പെട്ടു കഴിഞ്ഞു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.